ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നോക്കിയാൽ എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 2 സ്ലൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മിൽക്ക് വേണം. പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തേക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഏലക്കായുടെ പൊടി. ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാഷ്നട്ടും 1/2 ടേബിൾ സ്പൂൺ കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഏറ്റവും ആദ്യം മിൽക്കിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇത് മിൽക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. സൈഡൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ 1 കപ്പ് മിൽക്ക് ചേർക്കുക. ഈ ബ്രെഡ് മിൽക്കിൽ കിടന്നിട്ട് നന്നായിട്ട് സോക്ക് ആവണം. ഇതിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മുടെ മിക്സിയിലോ അല്ലെങ്കിൽ ബ്ലെൻഡറിലോ ഇട്ടിട്ട് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഈ ജാറിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം മുട്ട ചേർക്കാം. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഏലക്കായുടെ പൊടി ചേർക്കാം. ഇത് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമുക്ക് ആ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡും മിൽക്കും കൂടിയും ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ചേർക്കുമ്പോൾ ബ്രെഡ് ചെറിയ സ്ലൈസ് ബ്രെഡ് ആണെങ്കിൽ 3 ബ്രെഡ് ചേർക്കണം. ഞാനിതിലേക്ക് കുറച്ച് 2 വലിയ സ്ലൈസ് ബ്രെഡാണ് ചേർത്തത്. നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്. ഇനി നമുക്ക് കാഷ്നട്ടും കിസ്മസും വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ അധികം വലുപ്പമില്ലാത്ത ഒരു ചെറിയ പാനാണ് എടുത്തേക്കുന്നത്. ഇതിൽ തന്നെയാണ് നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കുകയും ചെയ്യണത്. ഇപ്പോൾ ഒരുപാട് വലിയ പാനാണെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്വീറ്റ് ബ്രെഡ് പോളയ്ക്ക് അധികം തിക്നെസ് ഉണ്ടാവില്ല. ഇത് കുറച്ച് തിക്കായിട്ടിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ പാനിൽ വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. ഏറ്റവും ആദ്യം കാഷ്നട്ട് വറുത്തെടുക്കാം. അപ്പോൾ കാഷ്നട്ട് മുരിഞ്ഞിട്ടുണ്ട്. കാഷ്നട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ്ട, ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയാൽ മതി. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്ക് കിസ്മിസ് വറുത്തെടുക്കാം. അപ്പോൾ കിസ്മിസ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ബാറ്ററി ചേർക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നല്ല കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ പാത്രം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. ഇനി ഇതൊരു 15-20 മിനിറ്റിനുള്ളിൽ ഇത് പതുക്കൊന്ന് സെറ്റായി തുടങ്ങും. ഇതിൻ്റെ മുകളിൽ പതുക്കൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ കാഷ്നട്ടും കിസ്മസും ചേർക്കാൻ വേണ്ടിയിട്ട്. സെറ്റാവണതിന് മുമ്പ് കാഷ്നട്ടും കിസ്മസും ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അടിയിലേക്ക് ഇരുന്ന് പോകും. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പതുക്കൊന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഇതൊരു 25-30 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് റെഡി ആയി കിട്ടും. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് വെന്തിട്ടുണ്ടോയെന്ന് നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ സ്റ്റിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട്.
ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക.